എന്താണ് മോണിറ്ററി പോളിസി? മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയത്തെയാണ്, ഒരു പോളിസിയെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഇതെന്തിനാണ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം എന്നിവ നിയന്ത്രിക്കുവാനും പരിഹരിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു നയം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യത്തെ, തൊഴിലില്ലായ്മയെ, ദാരിദ്ര്യത്തെ, പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുവാനും പരിഹരിക്കുവാനും കഴിയുന്നത് രണ്ടു പേർക്ക് മാത്രമാണ്. ഒന്നാമത്തത് നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിനും, രണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും. ഓക്കെ, ഇനി ഈ പറയുന്ന സാമ്പത്തിക മാന്ദ്യം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് റിസർവ് ബാങ്ക് ആണെങ്കിൽ റിസർവ് ബാങ്ക് മുന്നോട്ട് വയ്ക്കുന്ന ഈ നയങ്ങളെ നമുക്ക് മോണിറ്ററി പോളിസി എന്ന് പറയാം. അതേസമയം ഇത്തരത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം ഈ തുടങ്ങിയ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ആ രാജ്യത്തെ ഗവൺമെന്റ് ആണെങ്കിൽ ആ നയങ്ങളെ നമുക്ക് ഫിസിക്കൽ പോളിസി എന്ന് പറയാം. ഫിസിക്കൽ പോളിസിയെക്കുറിച്ച് നമ്മുടെ സിലബസിൽ പഠിക്കാനില്ല, നമുക്ക് മോണിറ്ററി പോളിസിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ മോണിറ്ററി പോളിസിക്ക് രണ്ട് ടൂൾസ് ആണുള്ളത്. മോണിറ്ററി പോളിസിക്ക് രണ്ട് ടൂൾസ് ആകുന്നുള്ളത്. ഫസ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്, സെക്കൻഡ് ഈസ് ക്വാളിറ്റേറ്റീവ് ടൂൾസ്. നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മോണിറ്ററി പോളിസിയിലെ ഈ രണ്ട് ടൂൾസിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിലും ക്വാളിറ്റേറ്റീവ് ടൂൾസിലും നമുക്ക് പഠിക്കാനുള്ള ടൂൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്നുള്ളതാണ്. ഓക്കെ, ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് മെയിനായിട്ട് 5 എണ്ണമാകുന്നു ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ CRR, രണ്ടാമത്തത് SLR, മൂന്നാമത്തത് റിപ്പോ റേറ്റ്, നാലാമത്തത് റിവേഴ്സ് റിപ്പോ റേറ്റ് ആൻഡ് അഞ്ചാമത്തേത് ബാങ്ക് റേറ്റ്. ഇങ്ങനെ 5 ടൂൾസ് ആകുന്നു ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മോണിറ്ററി പോളിസിയിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൽ വരുന്ന CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ് ഇവ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് CRR എന്താണെന്ന് നോക്കാം. CRRന്റെ ഫുൾ ഫോം ആകുന്നു ക്യാഷ് റിസർവ് റേഷ്യോ. ഇതെന്താണെന്ന് നോക്കാം. ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്ന് പറഞ്ഞു തരാം. അതായത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓരോ ബാങ്കുകളും അവരുടെ ബാങ്കിൽ വരുന്ന ക്യാഷിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് എമൗണ്ട് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് CRR എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പറയുന്നത് ബാങ്കിൽ വരുന്ന നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റിയുടെ നിശ്ചിത പെർസെന്റേജ് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതിനെ പറയുന്ന പേരാകുന്നു CRR. ഇതിനെ നമ്മൾ പറയുന്നത് ഒരു ബാങ്ക് ആ ബാങ്കിൽ വരുന്ന നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റിയുടെ, അതായത് NDTLന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് പൈസ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതിന് പറയുന്ന പേരാകുന്നു CRR, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ. ഇനി നമുക്ക് SLR എന്താണെന്ന് നോക്കാം. SLRന്റെ ഫുൾ ഫോം ആകുന്നു സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതായത് SLR എന്ന് പറഞ്ഞാൽ ഓരോ ബാങ്കിലും വരുന്ന പണത്തിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് എമൗണ്ട് അതേ ബാങ്കിൽ തന്നെ സൂക്ഷിക്കേണ്ടതിന് പറയുന്ന പേരാകുന്നു SLR. അതായത് നമുക്കിതിനെ NDTLന്റെ, അതായത് ഒരു ബാങ്കിൽ വരുന്ന നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റിയുടെ ഒരു നിശ്ചിത പെർസെന്റേജ് ധനം അതേ ബാങ്കിൽ തന്നെ സൂക്ഷിക്കണം, ഇതിന് പറയുന്ന പേരാകുന്നു SLR. ഇവിടെ പണമായിട്ട് തന്നെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെ SLRൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ടോ അതായത് ബാങ്കിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇതേ ബാങ്കിൽ വരുന്ന പൈസയുടെ നിശ്ചിത പെർസെന്റേജ് നമ്മൾ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുമ്പോൾ അത് CRR ആയി മാറും. CRRൽ നമ്മൾ ഈ പറയുന്ന പോലെ പൈസ ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ CRRും SLRും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാങ്കിൽ വരുന്ന ക്യാഷിന്റെ നിശ്ചിത പെർസെന്റേജ് ക്യാഷ് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്നതിന് പറയുന്ന പേരാകുന്നു CRR. SLR എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൽ വരുന്ന ക്യാഷിന്റെ നിശ്ചിത പെർസെന്റേജ് പൈസ അതേ ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്നതിന് പറയുന്ന പേരാകുന്നു SLR. SLRൽ അതേ ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്ന കേസിൽ നമുക്ക് അവിടെ ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ടോ ഒക്കെ നമുക്ക് സൂക്ഷിക്കാം. എന്നാൽ റിസർവ് ബാങ്കിലേക്ക് നമ്മൾ സൂക്ഷിക്കുമ്പോൾ എങ്ങനെയാണ്? അവിടെ നിശ്ചിത പെർസെന്റേജ് ക്യാഷ് ആണ് റിസർവ് ബാങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്.